കൊച്ചി വാർത്ത ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ രാജ്യത്ത് പുതുതായി 85 കേന്ദ്രീയ വിദ്യാലയങ്ങളും 28 നവോദയ വിദ്യാലയങ്ങളും തുടങ്ങാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സാമ്പത്തികകാര്യ മന്ത്രിസഭാ യോഗത്തിലാണ് ഈ തീരുമാനമായത്. 86 കേന്ദ്രീയ വിദ്യാലയങ്ങൾ കൂടി പ്രവർത്തനം ആരംഭിക്കുന്നതോടെ 82,560 വിദ്യാർത്ഥികൾക്ക് പ്രയോജനം ലഭിക്കുമെന്നാണ് വിലയിരുത്തലുകൾ. കൂടാതെ നിലവിലെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് ഒരു കേന്ദ്രീയ വിദ്യാലയത്തിൽ 63 പേർക്ക് ജോലി ലഭിക്കുകയും ചെയ്യും. ഒരു കേന്ദ്രീയ വിദ്യാലയത്തിന്റെ വിപുലീകരണത്തിലൂടെ 33 പുതിയ തസ്തികകൾ കൂടി കൂട്ടിച്ചേർക്കും. കേന്ദ്രീയ വിദ്യാലയത്തിന്റെ വിപുലീകരണവും 85 പുതിയ കേന്ദ്രീയ വിദ്യാലയങ്ങളുടെ അംഗീകാരവും 5388 നേരിട്ടുള്ള സ്ഥിരം തൊഴിലവസരങ്ങളും ഇത് സൃഷ്ടിക്കും. കൂടാതെ നിർമ്മാണവും അനുബന്ധ പ്രവർത്തനങ്ങളും നിരവധി തൊഴിലാളികൾക്ക് തൊഴിലവസരങ്ങളും സൃഷ്ടിക്കും. പുതിയ കേന്ദ്രീയ വിദ്യാലയം സ്ഥാപിക്കുന്നതിനു പുറമെ നിലവിലുള്ളതിന്റെ വികസനത്തിനായി 5872 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. ഇതിൽ ഏകദേശം 2862.71 കോടി രൂപയുടെ മൂലധന ചിലവും ഏകദേശം 3009.37 കോടി രൂപ പ്രവർത്തന ചിലവും ഉൾപ്പെടുന്നുണ്ട്. മോസ്കോ, കാഠ്മണ്ഡു, ടെഹ്റാൻ എന്നീ വിദേശ മേഖലകളിലെ 3 കേന്ദ്രീയ വിദ്യാലയങ്ങൾ ഉൾപ്പെടെ നിലവിൽ പ്രവർത്തനക്ഷമമായ 1256 കേന്ദ്രീയ വിദ്യാലയങ്ങളാണുള്ളത്. മൊത്തം 13.56 ലക്ഷം വിദ്യാർത്ഥികൾ കേന്ദ്രീയ വിദ്യാലയങ്ങളിൽ പഠിക്കുന്നുണ്ട്. ഇതിൽ കേരളത്തിന് പുതുതായി ഒരു കേന്ദ്രീയ വിദ്യാലയം കൂടി അനുവദിച്ചിട്ടുണ്ട്. ഇടുക്കിയിലെ തൊടുപുഴയിലാണ് പുതിയ കേന്ദ്രീയ വിദ്യാലയം തുടങ്ങുക. ഇതോടെ കേരളത്തിലെ കേന്ദ്രീയ വിദ്യാലയങ്ങളുടെ ആകെ എണ്ണം 39 ആകും. കേന്ദ്ര സർക്കാർ പ്രതിരോധ ജീവനക്കാരുടെ മക്കൾക്ക് രാജ്യത്തുടനീളം ഏകീകൃത നിലവാരത്തിലുള്ള വിദ്യാഭ്യാസ സൗകര്യങ്ങൾ നൽകുന്നതിനായി 1962 നവംബർ മാസത്തിലാണ് കേന്ദ്രീയ വിദ്യാലയം പദ്ധതിക്ക് സർക്കാർ അംഗീകാരം നൽകുന്നത്. കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.